കാണുന്ന അമ്മയില്ലേ, രേണുസുതി. യെസ്, രേണുസുതി. ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ആദ്യം ഞാൻ കാണാമെന്ന് ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി, അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എടുത്ത് വെച്ച് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്, അച്ഛന് ഇഷ്ടമാണോ, ഞാൻ അച്ഛന് ഇഷ്ടമാണോ, നമുക്ക് ആ രീതിയിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച് വല്യമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച്. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇത് നടന്നിട്ടുണ്ട്. വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ആയി. ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കെട്ടുന്നത് കേട്ടപ്പെടുത്താം. അങ്ങനെ കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. കോട്ടയത്ത് ചെല്ലുന്നു. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്തേക്ക് എന്നെ ഇങ്ങനെ അച്ചാമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കൂട്ടുകാർ അങ്ങനത്തെ രീതി കളിക്കാനൊന്നും പോകത്തില്ല. എന്താ ചേച്ചി, പാറു, ഞാൻ അങ്ങനെയുള്ളൊരു സെറ്റിൽ നിന്ന് കളിക്കത്തുള്ളൂ. അപ്പം ആഗ്രഹമൊക്കെ ഉണ്ട് പുറത്തേക്ക് കളിക്കണം. പക്ഷെ വഴക്ക് കിട്ടും. എങ്കിലും അറിയാതെ കുളിച്ചൊക്കെ പോയിട്ട് വരും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ അവിടുത്തെ രീതിയിൽ ഭയങ്കര ഒരു ഫ്രീഡം. ഞാൻ അച്ഛനെ എപ്പോഴും കാണുന്നു, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ആ ഒരു കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്. പിന്നെ അങ്ങോട്ട് പോവെ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന് എനിക്ക് ബാക്കി പറയാം. ഞാൻ കമ്പ്യൂട്ടറൊക്കെ എടുത്ത് ഒരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കര ടൈം ഇങ്ങനെ ആകാൻ ഒരു കാരണം അതുമല്ല, അതും വേറെ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടുന്നാണ് എൻ്റെ ഒരു ഒരു തുടക്കം. വീട്ടിൽ ആ ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ കാശില്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോകും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയെടുത്ത് കീബോർഡിലേക്ക് ഋതപ്പം കളിച്ചുകൊണ്ടിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം മുതൽ. പിന്നെ കൊറോണ വന്നിട്ട് ഋതപ്പൻ ഉണ്ട് കേട്ടോ ടൈമിലൊക്കെ. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ. കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച്. ആ സമയം ലോക്ക്ഡൗൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറെ കടമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ നോക്കി. ഈ നോക്കുന്നതിനിടയ്ക്ക് ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കള്, പപ്പ, അമ്മ,